വെൽക്കം ടു ലേൺ വിത്ത് റീന മിസ്. ഞാൻ റീന മിസ് ആണ്. എല്ലാവരും വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ അപ്പോൾ നമ്മൾ ഇക്വേഷൻസിലെ ചാപ്റ്ററിൽ മിസ് 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ട് മൂന്ന് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണുക. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ എന്തെടുക്കാൻ വേണ്ടി പോകുന്നത്. പേജ് നമ്പർ 38 ആണ് കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. പേജ് നമ്പർ 38. എന്നും പറയാറുള്ളത് പോലെ മിസ്സിൻ്റെ വീഡിയോ കാണുന്നത് വരെ നിങ്ങൾ പെൻസിലോ പെണ്ണൊന്നും എടുക്കരുത്. ജസ്റ്റ് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് സ്വന്തമായിട്ട് നോട്ട് എടുത്തിട്ട് സ്വന്തമായിട്ട് ചെയ്യാം. പിന്നെ സംശയം മാത്രം നോക്കിയാൽ മതി. അല്ലാതെ നോക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ കേൾക്കുക, അതിനനുസരിച്ചിട്ട് നിങ്ങൾ സ്വയമായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇനി നമ്മൾ ആൾജിബ്രൈക് മെത്തേഡാണ്. നമ്മൾ ഇത്രയും നേരം ചെയ്ത ആൾജിബ്രൈക് മെത്തേഡ് തന്നെയാണ്. ആൾജിബ്രൈക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ വെച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ആൾജിബ്രൈക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. മിസ് എന്താണെന്നുള്ളത് വായിക്കാം. പേജ് നമ്പർ 38 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കോളൂ. റാഷിദ ബോട്ട് 4 kilograms of okra and curry leaves and coriander leaves for 10 rupees. She had to pay 130 rupees. What is the price of 1 kilogram of okra? അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 1 kilogram of okra? അപ്പോൾ നമ്മൾ എന്താ എടുക്കാം? നമുക്ക് അറിയില്ല. അപ്പോൾ പ്രൈസ് ഓഫ് 1 kilogram okra. ഇതല്ലേ നമുക്ക് അറിയാത്ത കാര്യം. അപ്പോൾ അതിന് നമ്മൾ എന്തെടുക്കുന്നു? ലെറ്റ് ഇറ്റ് ബി എക്സ്. അത് നമുക്കറിയില്ല. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നോക്കൂ. റാഷിദ ബോട്ട് ഹൗ മച്ച് kilograms of okra? 4 kilograms of okra. Price of 1 kilogram of okra is X rupees. So price of 4 kilogram of okra is 4x. Right? Then what did Rashida bought? Curry leaves and coriander leaves for 10 rupees. 10 രൂപയ്ക്ക് മല്ലിയിലയും കറിവേപ്പിലയും മേടിച്ചു. അപ്പോൾ 1 kilogram of okra cost X rupees. So 4 kilogram of okra എത്ര രൂപയാണ്? 4x rupees കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ എന്തും കൂടെ കൊടുത്തു? ഒരു 10 രൂപയ്ക്ക് എന്തൊക്കെ മേടിച്ചത്? കറി ലീവ്സ് ആൻഡ് കൊറിയാണ്ടർ ലീവ്സ്. 4 kilogram ഓഫ് ഒക്രയുടെ പ്രൈസ് ആണ് ഇത്. ദെൻ അതിൻ്റെ കൂടെ 10 rupees കൂടെ ചേർത്തിട്ട് റാഷിദ് എത്ര രൂപയാണ് കൊടുത്തത്? 130 rupees. ഇത് മനസ്സിലായി എന്താണെന്നുള്ളത്? This is price of 4 kilogram of okra and this is the price of curry leaves and coriander leaves and the amount she had to pay is 130 rupees. ഇനി നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ താഴെ വയ്ക്കാം. നമുക്ക് സൊല്യൂഷൻ നോക്കാം. എളുപ്പമല്ലേ? 4x കാണാൻ എന്താ ചെയ്യേണ്ടത്? 130 പ്ലസ് 10 ഇപ്പുറത്തോട്ട് പ്ലസ് 10 ഇപ്പുറം എന്താവും? മൈനസ് 10. ദെൻ 4x is equal to 120. റൈറ്റ്? ദെൻ എക്സ് കാണാൻ എന്താ ചെയ്യുക? 4x means 4 into x. റൈറ്റ്? അപ്പോൾ ഇൻറ്റു എന്നുള്ള അപ്പുറം പോയ എന്താവും? 120 ഡിവൈഡഡ് ബൈ 4. എക്സ് ഈക്വൽ ടു നമുക്ക് കട്ട് ചെയ്യാം. 4 എത്ര? 12 ഉണ്ട്. 3 4s are 12 ഈ 0 കയറ്റി എഴുതാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 30. അപ്പോൾ പ്രൈസ് ഓഫ് എക്സ് ഈക്വൽ ടു 30 എന്ന് വെച്ചാൽ നിങ്ങൾ ആൻസർ നിർത്തരുത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രൈസ് ഓഫ് 1 kilogram ഓഫ് ഒക്ര. അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. അങ്ങനെ എഴുതണം. ഇത് ഇറ്റ്സ് ഈക്വൽ ടു 30 rupees. നമുക്ക് ആൻസർ കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ 10 meter long road എന്ന് പറഞ്ഞാൽ വടി കേട്ടോ, അല്ലാതെ മറ്റേ റോഡല്ല. ഈസ് ടു ബി ബെൻഡ് ടു മേക്ക് എ റെക്ടാങ്കിൾ. എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? ഒരു 10 meter നീളമുള്ളൊരു റോഡുണ്ട്. ദാറ്റ് റോഡ് ഈസ് ബെൻഡ് ടു ബി എ റെക്ടാങ്കിൾ. ഇറ്റ്സ് ലെങ്ത് ഷുഡ് ബി 1 meter മോർ ദാൻ ബ്രെഡ്ത്ത്. ലെങ്ത് ഇസ് ഈക്വൽ ടു ബ്രെഡ്ത്ത് പ്ലസ് 1 meter അല്ലേ? മോർ ദാൻ 1. വാട്ട് ഷുഡ് ബി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്? നമുക്ക് കണ്ടുപിടിക്കാൻ എന്തൊക്കെയാണ്? വി ഹാവ് ടു ഫൈൻഡ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. രണ്ടും അറിയില്ല. പക്ഷെ അവിടെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. എന്താ റിലേഷൻ തന്നിരിക്കുന്നത്? ലെങ്ത് ഷുഡ് ബി 1 meter മോർ
ദാൻ ബ്രെഡ്ത്ത്. ബ്രെഡ്ത്തിനേക്കാൾ 1 മീറ്റർ മോർ ആണ് ലെങ്ത്. അപ്പോൾ ബ്രെഡ്ത്ത് ഞാൻ എക്സ് എന്ന് എടുത്താൽ ലെങ്ത് എത്രയായിരിക്കും? എക്സ് പ്ലസ് 1. ശരിയല്ലേ? ബ്രെഡ്ത്തിനേക്കാൾ 1 മീറ്റർ മോർ ആണ് ലെങ്ത്. ബ്രെഡ് ബി എക്സ്. സോ ലെങ്ത് ഇസ് ഈക്വൽ ടു ബ്രെഡ് പ്ലസ് 1, ദാറ്റ് ഇസ് എക്സ് പ്ലസ് 1. ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു 10 മീറ്റർ ഉള്ള റോഡിനെ നമ്മൾ റെക്റ്റാങ്കിൾ ആക്കി മാറ്റി എന്നാണല്ലേ. ഇങ്ങനെ റെക്റ്റാങ്കിൾ ആക്കി മാറ്റിയതിന് ഈ റെക്റ്റാങ്കിളിൻ്റെ ഇത് നേരെ ഇരുന്നപ്പോൾ എത്രയായിരുന്നു അതിൻ്റെ നീളം? 10 മീറ്റർ. ആ 10 മീറ്ററിനെയാണ് നമ്മൾ മടക്കി മടക്കി എന്താക്കി മാറ്റിയിരിക്കുന്നത്? ഒരു റെക്റ്റാങ്കിൾ ആക്കി ഇതിങ്ങനെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ എന്താണ്? 10 മീറ്റർ അല്ലേ? ദാറ്റ് മീൻസ് ഇതിനെ നമ്മൾ എന്താ പറയുക? ചുറ്റുമുള്ള അളവിൽ നമ്മൾ എന്താ പറയുക? പെരിമീറ്റർ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് ശരിക്കും? 10 മീറ്റേഴ്സ് അല്ലേ? പെരിമീറ്റർ കാണാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. 2 × L + B എന്ന് പറഞ്ഞാലാണ് റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ. അത് നമുക്ക് തന്നിട്ടുണ്ട് 10. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ലെങ്ത് നമുക്കറിയാം എത്രയാണ്? എക്സ് പ്ലസ് 1. അത് മിസ് ഇങ്ങോട്ട് എഴുതാണ്. എക്സ് പ്ലസ് 1 പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്? ബ്രെഡ്ത്ത് എക്സ് ആണ്. ദെൻ എക്സ് is equal to 10. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ സോൾവ് ചെയ്യുന്നു. 2 × x plus x. എത്ര x ആയി? 1x ഉം 1x ഉം 2x. 2x പ്ലസ് ഈ 1 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പാടില്ല. ഇതെന്താണ്? ഈ 1 എന്ന് പറയുന്നതിന് ഒരു വാല്യൂ ഉണ്ട്. 1 എന്ന വാല്യൂ ഉണ്ട്. അതിൻ്റെ വാല്യൂ മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേറെയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഇല്ല. ഇപ്പോൾ നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്നു ആ വാല്യൂ ആണ് അത് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഇസ് വേരിയബിൾ. ഇതിനെന്താ പറയുക? നമ്മൾ കോൺസ്റ്റന്റ്. 1 ഈസ് എ കോൺസ്റ്റന്റ് ആൻഡ് എക്സ് ഇസ് എ വേരിയബിൾ. ഇപ്പോൾ വേരിയബിൾ തമ്മിൽ ആഡ് ചെയ്യാം, കോൺസ്റ്റന്റിന് അതേപോലെ എഴുതാം. ഇറ്റ്സ് ഈക്വൽ ടു 10. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ബ്രാക്കറ്റ് ഒഴിവാക്കാൻ എന്താ ചെയ്യുക? ഈ ബ്രാക്കറ്റിന് പുറത്തുള്ളതിനെ കൊണ്ട് ഉള്ളിലേക്ക് ഓരോന്നിനും മൾട്ടിപ്ലൈ. ഇതല്ലാതെ എളുപ്പ വഴിയുണ്ട് കേട്ടോ. ഈ ടൂൾ നിങ്ങൾ അപ്പുറത്തോട്ട് എടുത്താൽ മതി. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വഴിയാണ്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ മിസ് ഈ സ്റ്റെപ്പുകൾ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എളുപ്പ വഴി എന്താണ്? ഈ × 2 അപ്പുറത്തോട്ട് പോയത് /2 എന്ന് വരും. അതാണ് എളുപ്പ വഴി. നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. 2 × 2x 4x പ്ലസ് 2 × 1 2 is equal to 10. ഇനി 4x കാണാൻ എന്താ ചെയ്യുക? 10 plus 2 ഇപ്പുറം വന്ന -2. 4x equal to 8. x equal to 8/4. എത്ര നമുക്ക് കിട്ടിയത്? x is equal to 2. x എന്തായിരുന്നു ഇവിടെ? ബ്രെഡ്ത്ത് ആണ് x എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബ്രെഡ്ത്ത് is equal to 2. ലെങ്ത് എത്രയാ വരിക? ലെങ്ത് നമുക്കറിയാം x plus 1 ആണ്. അപ്പോൾ 2 plus 1. 2 plus 1 that's equal to 3. അപ്പോൾ രണ്ടും കിട്ടിയല്ലോ. ബ്രെഡ്ത്തും കിട്ടി, ലെങ്ത്തും കിട്ടി. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചില്ലേ? ബ്രെഡ്ത്തും ലെങ്ത്തും കിട്ടി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? നോക്കൂ. ദ പ്രൈസ് ഓഫ് എ ചെയർ. ഇത് പേജ് നമ്പർ 39 ആണ് കേട്ടോ. ദ പ്രൈസ് ഓഫ് എ ചെയർ 38 മീൻസ് എന്താക്കാം? 39. നമുക്ക് പറഞ്ഞു തരാണ്, ഞങ്ങൾക്ക് തെറ്റിക്കേണ്ട വിചാരിച്ചിട്ട്. പ്രൈസ് ഓഫ് എ ചെയർ ആൻഡ് എ ടേബിൾ ടുഗദർ ഇസ് 4,500 rupees. The price of the table is 1,000 rupees more than that of the chair. What is the price of each? ഇപ്പോൾ ചെയറും ഉണ്ട് ടേബിളും ഉണ്ട്. നമുക്ക് രണ്ടിൻ്റെ അറിയില്ല, പക്ഷെ റിലേഷൻ ഉണ്ട്. എന്താ തന്നിരിക്കുന്നത്? The price of the table is 1,000 rupees more than that of the chair. ചെയറിനേക്കാൾ 1,000 rupees കൂടുതലാണ് ടേബിളിന്. അപ്പോൾ നമ്മൾ ഏതാ എക്സ് എടുക്കേണ്ടത്? ചെയറിന് റിലേറ്റ് ചെയ്താണ് ടേബിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചെയറിൻ്റെ നമ്മൾ എന്തായിട്ട് എടുക്കണം? എക്സ് ആയിട്ട് എടുക്കണം. അപ്പോൾ പ്രൈസ് ഓഫ് ചെയർ എത്രയാ നമുക്ക് അറിഞ്ഞുകൂടാ. ലെറ്റ് ഇറ്റ് ബി എക്സ്. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൈസ് ഓഫ് ടേബിൾ ഈസ്
1000 rupees more than that of chair. ചെയറിനേക്കാൾ 1000 rupees കൂടുതലാണ്. മനസ്സിലായില്ലേ? എളുപ്പമാണ്. ഇനി അടുത്തൊരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്, പ്രൈസ് ഓഫ് എ ചെയർ ആൻഡ് എ ടേബിൾ. ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും കൂടെ എത്രയാണ്? 4500 rupees ആണ്. അപ്പോൾ പ്രൈസ് ഓഫ് ചെയർ എക്സ്, പ്രൈസ് ഓഫ് എ ചെയർ ആൻഡ് എ ടേബിൾ, ടേബിളിൻ്റെ എത്രയാ? എക്സ് പ്ലസ് 1000. Price of a chair and a table together is 4500. We solve here. X plus x, 2x plus 1000 is equal to 4500. 2x കാണാൻ എന്താ ചെയ്യേണ്ടത്? 4500 plus 1000 അപ്പുറം പോയാൽ minus 1000. എത്ര കിട്ടും? 2x is equal to 3500. x കാണാൻ എന്ത് ചെയ്യണം? 3500. ഇവിടെ 2x means 2 into x. ഇൻറ്റു എന്നുള്ള അപ്പുറം പോകുമ്പോൾ ഡിവൈഡഡ് ബൈ. എത്രയാണ്? 35ല് 2 കൊണ്ട് മിസ് കട്ട് ചെയ്യാൻ പോവാണ്. നോക്കൂ, കട്ട് ചെയ്യാൻ എങ്ങനെയാണ്? 3ൽ എത്ര 2 ഉണ്ട്? 1 2s are 2, ബാക്കി 1 ഉണ്ട് അല്ലേ? 15ൽ എത്ര 2 ഉണ്ട്? 7 2s are 14. 14 കഴിഞ്ഞാൽ ബാക്കി 1. 10ൽ എത്ര 2 ഉണ്ട്? 5 2s are 10. ഈ 0 അതുപോലെ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? പ്രൈസ് ഓഫ് എ ചെയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 1750. നിങ്ങൾ ഇങ്ങനെ എഴുതരുത് കേട്ടോ, നിങ്ങൾ താഴത്തേക്ക് എടുത്ത് എഴുതണം. മിസ് സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ടേബിൾ കാണാൻ എന്താ ചെയ്യാം? 1750 പ്ലസ് 1000. എത്ര കിട്ടി? 2750. നമുക്ക് 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് പേജ് നമ്പർ 40 ആണ് കേട്ടോ. A 100 rupee note was changed to 10 and 20 rupee notes. 7 notes in all. How many of each? അപ്പോൾ ഒരു 100 rupee നോട്ട് ഉണ്ട്. അതിനെ ചേഞ്ച് ചെയ്തപ്പോൾ എന്തൊക്കെ കിട്ടി? 10 rupee നോട്ട്സും കിട്ടി, 20 rupee നോട്ട്സും കിട്ടി. How many notes in all? Total number of notes, അതായത് 10 rupee plus 20 rupee നോട്ട്സിൻ്റെ നമ്പർ എത്രയാണ്? Let it be 7. പക്ഷെ നമുക്ക് ഒന്നും അറിയില്ല, ഓരോന്നും എത്ര ഉണ്ടെന്ന് ചോദിച്ചിരിക്കുക. 10 എത്ര ഉണ്ട്, 20 എത്ര ഉണ്ട്. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ അറിയാം. ടോട്ടൽ എമൗണ്ട് ഇസ് 100, നമ്പർ ഓഫ് നോട്ട്സ് ഇസ് 7. നമ്മൾ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പേജ് നമ്പർ 40 ആണ്. 10 rupee നോട്ട്സ് എത്ര മിസ് എടുക്കുന്നതെന്ന് അറിയോ? എക്സ് ആയിക്കോട്ടെ, നമുക്ക് ഏത് വേണമെങ്കിലും എക്സ് എടുക്കാം. 10ഓ 20ഓ ഏത് വേണമെങ്കിലും എക്സ് എടുക്കാം. 10 rupee നോട്ട്സ് എക്സ് എടുത്താൽ 20 rupee നോട്ട്സ് എത്ര ഉണ്ടാവും? ടോട്ടൽ നോട്ട്സ് എന്ന് പറഞ്ഞാൽ 7 ആണ്. ടോട്ടൽ നോട്ട്സ് 7 ആണ്. അപ്പോൾ എക്സ് 10 rupee എന്ന് പറയുന്നത് എക്സ്. ഇപ്പം 10 rupee എന്ന് പറയുന്നത് 2 ആണെന്ന് വെച്ചാൽ 2 10 രൂപ ഉണ്ടെങ്കിൽ 20 രൂപ എത്ര ഉണ്ടാവും? 5 ഉണ്ടാവും. എങ്ങനെ കിട്ടി? 7 - 2 ചെയ്താൽ 5 എന്ന് കിട്ടും. ഇനി 4 എണ്ണമാണ് 10 rupee എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ 20 കാണാൻ നിങ്ങൾ എന്ത് ചെയ്യാം? 7 - 4, ഇവിടെ 3 എന്ന് കിട്ടും. അതേപോലെ 10 rupee നോട്ട്സിൻ്റെ എണ്ണം എക്സ് ആണ്. അപ്പോൾ 20 rupee നോട്ടിൻ്റെ എണ്ണം കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 7 - x അല്ലെ? ടോട്ടൽ 7 ആണ്. ഒന്നറിയാമെങ്കിൽ മറ്റേതറിയാൻ എന്താ ചെയ്യാം? 7 എന്ന് എക്സ് നമ്മൾ മൈനസ് ചെയ്യും. ഇനി നമുക്ക് ഓരോന്നിൻ്റെ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എത്ര നമുക്കറിയാം? ടോട്ടൽ എമൗണ്ട് ഇസ് 100. അപ്പോൾ ഒരു 10 rupee നോട്ടാണെങ്കിൽ 10 rupee എണ്ണി നോക്കുമ്പോൾ ആകെ 10 രൂപ ഉണ്ടാവും. ഒരു 3 10 rupee നോട്ട് ഉണ്ടെങ്കിൽ എത്ര രൂപ ഉണ്ടാവും? എണ്ണി നോക്കുമ്പോൾ 3 10 എന്ന് പറയുമ്പോൾ 30 rupees ഉണ്ടാവും. അപ്പോൾ എക്സ് 10 rupee ആണെങ്കിൽ ടോട്ടൽ 10 rupee എത്ര ഉണ്ടാവും? 10 × x അല്ലേ? ഒരു ടോട്ടൽ 10 രൂപ എണ്ണി നോക്കുമ്പോൾ എത്ര രൂപ ഉണ്ടാവും? 10 × ഇവിടെ 3 ആഴ്ച 30, 4 ആഴ്ച 40, 5 ആഴ്ച 50, 6 ആണെങ്കിൽ 60. നമ്മൾ എന്താ ചെയ്യുക? എണ്ണത്തിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, 10x. ഈ 20 ആണെങ്കിൽ ഇതേപോലെ തന്നെ 7 - x. ഈ 7 - x നമ്മൾ കാണുമ്പോൾ 2 എണ്ണം പോലെ തോന്നും, പക്ഷെ അതൊരൊറ്റ നമ്പറാണ്. നിങ്ങൾ എക്സിന് ഒരു വാല്യൂ കൊടുത്താൽ 1 കൊടുത്താൽ 7 - 1 അത് 6 ആവും.
അപ്പോൾ എത്ര 20 ഉണ്ടെന്ന് കാണാൻ 6 × 20 അല്ലേ? അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 100 ഉള്ളൂ, 6 ഒന്നും വരില്ല. അങ്ങനെയാണെങ്കിൽ 20 രൂപി നോട്ട്സ് എത്ര ഉണ്ടാവും? 20 ഇൻറ്റു ഇത് ഇതേപോലെ എഴുതാൻ പറ്റില്ല. ഇവിടെ എങ്ങനെയുണ്ട്? 7 - 6. അപ്പം 20 ഇൻറ്റു 7 - 6. ഇനി ഈ 10ന്റെ റുപ്പീസും 20 റുപ്പീസും കൂടി മൊത്തം എത്ര രൂപയുണ്ട്? 100 റുപ്പീസ് ഉണ്ട്. ഇത് എഴുതി വരാനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുകൂടെ മിസ് പറയാം. 10 റുപ്പി ടോട്ടൽ നോട്ടിന്റെ എണ്ണം 7 ആണ്. അപ്പോൾ നമ്മൾ 10 റുപ്പി നോട്ട്സ് എത്ര എടുത്തു? എക്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ 20 റുപ്പി നോട്ട് എത്ര ഉണ്ടാവും? 20 റുപ്പി നോട്ട് കാണാൻ 7 മൈനസ് ഈ 7ൽ നിന്ന് എക്സ് മൈനസ് 7 - x. ഇനി ഓരോന്നും എത്ര രൂപ ഉണ്ടെന്നാണ് നമുക്ക് അറിയേണ്ടത്. 10 റുപ്പീസ് എത്ര ഉണ്ടെന്ന് കാണാൻ 10 × x. അപ്പോൾ ഇത്രയും ഉണ്ടാവും എമൗണ്ട് ഇത്രയും ഉണ്ടാവും. 10 രൂപ നോട്ടുകൾ എണ്ണി കഴിഞ്ഞാൽ അത്ര ഉണ്ടാവും. 20 രൂപ നോട്ട് തുടങ്ങി എത്ര രൂപ ഉണ്ടാവും എന്ന് അറിയണമെങ്കിൽ 20 × 7 - x. ഇത് നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ട് എഴുതാൻ ഒരു വേരിയബിൾ ഉണ്ട്, അതുകൊണ്ടാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എത്രയായി മാറും? 100 റുപ്പീസ് ആയിട്ട് മാറും. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. ഇത് സോൾവ് ചെയ്യുക, അത്ര പണിയുള്ളൂ. നോക്കൂ, 10 × x 10x നമുക്കൊന്നും ചെയ്യണ്ട. ഈ ബ്രാക്കറ്റ് നമ്മൾ ഒഴിവാക്കാൻ എന്താ ചെയ്യാറ്? സാധാരണ ഇതുകൊണ്ട് നമ്മൾ രണ്ടിനെയും നമ്മൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 20 × 7 140 മൈനസ് 20 × x 20x is equal to 100. ഇവിടെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 10x മൈനസ് 20x എന്നാണ്. നിങ്ങൾക്ക് മൈനസ് ചെയ്യാൻ അറിയോ? അങ്ങനെ അറിയുന്ന ആൾക്കാരാണ് എളുപ്പമാണ്. 10 നിന്ന് 20 മൈനസ് ചെയ്താൽ -10 വരും. അറിയാത്ത കുട്ടികളാണ് എന്താ ചെയ്യുക? നമ്മളിപ്പോൾ അറിയാത്ത കുട്ടികളെ പരിഗണിച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കേണ്ടത്. അറിയുന്ന കുട്ടികൾ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിപ്പിടിച്ച് മനസ്സിലാക്കിക്കോളും. അറിയാത്ത കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവരെ മിസ്സിൽ എളുപ്പ വഴി പറഞ്ഞത്. നമ്മൾ എപ്പോഴും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം എപ്പോഴും പോസിറ്റീവ് കിട്ടണം. മൈനസ് ചെയ്യാൻ പറ്റണം നമ്പറുകൾ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ 20x നിങ്ങൾ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോവാണെങ്കിൽ -20x എന്നുള്ളത് എന്തായിട്ട് മാറും? +20x ആയിട്ട് മാറും. ഓക്കെ, അതേപോലെ 10x നമ്മൾ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോയി അതെന്തായിട്ട് മാറും? -10x ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് മൈനസ് ചെയ്യാൻ എളുപ്പമാണ്. 20 നിന്ന് 10 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്താലോ? ഈ 140 ഒക്കെ ഇവിടെ തന്നെ നിൽക്കട്ടെ. 140 മിസ് ഇവിടെ തന്നെ നിർത്തി. ഈക്വൽ ടു 100 ഇവിടെ തന്നെ നിൽക്കട്ടെ. -20x കണ്ടോ? ഇതിന് ഞാൻ നേരെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ +20x. അടുത്തത് ഇവിടെ 10x ഇല്ലേ? ഈ 10xനെ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടു. അപ്പോൾ -10x. മനസ്സിലായോ? എന്താ അവിടെ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ ചെയ്തത്? -20xനെ മിസ് നേരെ എന്ത് ചെയ്തു? -20xനെ മിസ് നേരെ എന്ത് ചെയ്തു? ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ അത് +20x ആയി. അടുത്ത എന്ത് ചെയ്തു? +10xനെയും മിസ് നേരെ എന്ത് ചെയ്തു? അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പോൾ അതെന്തായി മാറി? -10xും 20x. കുഴപ്പമില്ല. ഈ ഒരു കാര്യം ചെയ്യാനുണ്ട്. ഇവിടെ 100 ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കല്ലേ. ഈ 100 നമുക്ക് പിടിച്ച് ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. ഈ 100നെ നേരെ ഞാൻ പിടിച്ചു. നിങ്ങളിത് അങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങോട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ആദ്യം ബുദ്ധിമുട്ടുള്ളൂ. ഭയങ്കര രസമാണ് ഈ ആൾജിബ്ര പഠിക്കാൻ. മാത്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾജിബ്ര ഭയങ്കര രസമുള്ളൊരു പോർഷനാണ് പഠിക്കാൻ. നമുക്കിങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി ഒരു പ്രയാസമില്ല. ഈ എടുക്കുക. 140 + 100 ഇപ്പുറം വന്നാൽ -100 is equal to, ഇനി നമുക്കറിയാം 20 - 10 എത്രയാ? 10x അല്ലേ? 20 10 വർഷം 20. അപ്പോൾ എക്സ് കളയരുത് കേട്ടോ. നിങ്ങൾ വരിക എക്സ് പോയല്ലോ. അങ്ങനെയല്ല. വാട്ട് ഡസ് 20x മീൻസ്? 20x എന്ന് പറഞ്ഞാൽ 20 എക്സുകളാണ്. x + x + x + x + അങ്ങനെ 20 എണ്ണം ഉണ്ടെന്ന് അർത്ഥം. അതിന് 10 എണ്ണം പോയാലും 10x ആണ് ബാക്കിയില്ലേ? അല്ലാതെ 20x എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ എക്സ് മൈനസ് ചെയ്തിട്ട് അതിനെ കൊണ്ട് കളയാൻ പാടില്ല. അതവിടെ തന്നെ ഉണ്ട്. 20x എന്ന് പറഞ്ഞാൽ 20 എക്സുകൾ. അതേപോലെ 10x ആണ് 10 എക്സുകൾ. അപ്പോൾ 20x നിന്നും 10x പോയി. അപ്പോൾ എത്രയായി? 10x. ഇത് നോക്കൂ. 140 - 100 40 is equal to 10x.
എക്സ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ നമ്മളിവിടെ അങ്ങോട്ട് എടുക്കും, ഇന്ന് നമ്മൾ ഇങ്ങോട്ട് എടുക്കാൻ പോവാണ് കേട്ടോ. ഈ 10നെ നമ്മൾ നേരെ പുറത്തോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്ത് വരും? ഇവിടെ ഇൻറ്റു എന്നാണ്, ഇവിടെ എത്തുമ്പോൾ ഡിവൈഡഡ് ബൈ. അപ്പോൾ എത്ര കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 10 റുപ്പി നോട്ടായിരുന്നു എക്സ് അല്ലേ? അത് നമുക്ക് എന്ത് കിട്ടി? 10 റുപ്പി നോട്ടിൻ്റെ എണ്ണം. അപ്പോൾ നമുക്ക് 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ 20 റുപ്പി നോട്ട് എത്രയായിരിക്കും? 20 റുപ്പി നോട്ട് കാണാൻ 7 മൈനസ് 4 എത്ര കിട്ടും? 3 കിട്ടിയില്ലേ? ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്തത് ശരിയാണോ അറിയണ്ടേ? നോക്കൂ, 4 10 രൂപ ഉണ്ടെങ്കിൽ എത്ര രൂപയായി? 40 രൂപ, 40 റുപ്പീസ്. 3 20 റുപ്പി നോട്ട്സ് ഉണ്ടെങ്കിൽ എത്ര രൂപയായി? 60 റുപ്പീസ് അല്ലേ? അപ്പോൾ 40 റുപ്പീസും 60 റുപ്പീസും ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 100 റുപ്പീസ് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്ത് കറക്റ്റ് ആണല്ലോ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് റീചെക്ക് ചെയ്താൽ മതി, റൈറ്റ്? അപ്പോൾ നമ്മൾ അത് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എടുക്കും, പറയട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. പിന്നെ മിസ്സിന് പറയാനുള്ള സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്സൊരു ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ആ ലിങ്ക് വഴി നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ്, എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം, മിസ് ആൻസർ ചെയ്ത് തരും. പിന്നെ മിസ്സിനൊരു ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്. ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓഗസ്റ്റ് മാസമായി. ഞാൻ വേഗം ജോയിൻ ചെയ്യാമല്ലേ? കുറേ കുട്ടികൾ പഠിക്കും, നിങ്ങൾ പഠിക്കാണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മിസ് ഡയറക്റ്റായിട്ട് നിങ്ങളെ പഠിപ്പിക്കും, ഇങ്ങനെ തന്നെ പഠിപ്പിക്കും. നേരിട്ട് നിങ്ങൾക്ക് എന്നെ കാണാം. വൈകുന്നേരം 6 മുതൽ 7:30 വരെയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ചെറിയൊരു ഫീസ് ഉണ്ട്, ഒരു സബ്ജക്റ്റിന് 100 രൂപ. ഓക്കെ, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യും.